അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കുട്ടികൾക്ക് അവധിക്കാലമാണ് ഇപ്പോൾ വന്നണഞ്ഞിരിക്കുന്നത്. പല ഭാഗത്തു നിന്നും ഒരുപാട് അപകടങ്ങളുടെ, ദുരന്തങ്ങളുടെ വാർത്തകൾ നമ്മെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു. മക്കളെ വീടിനകത്ത് തളച്ചിടാൻ കഴിയില്ല. അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം പരമാവധി വീടിൻ്റെ പുറത്തേക്ക് കളികളിലും മറ്റ് ആസ്വാദനങ്ങളിലുമൊക്കെയായി ചിലവഴിച്ചു കൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ ഈ അവധിക്കാലം കുട്ടികൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും അവർക്ക് ആരോഗ്യപ്രദമായ രൂപത്തിൽ എങ്ങനെ വിനിയോഗിക്കാമെന്നും ഒരു കുടുംബത്തിനകത്ത് കൃത്യമായ ധാരണ രൂപപ്പെടേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെ വീടിനകത്ത് തളച്ചിടാതെയും എന്നാൽ സർവ്വസ്വാതന്ത്ര്യമായി അഴിച്ചുവിടാതെയും ഒരു കൺട്രോൾ ബാലൻസിൽ ആ മക്കൾക്ക് വിവിധങ്ങളായ പ്രവൃത്തികളിൽ ഏർപ്പെടാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. കാർഷിക വൃത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മണ്ണ് കിളച്ചുകൊണ്ട് ചെറിയ വിത്തുകൾ പാകി അത് മുളപ്പിച്ചെടുക്കുന്ന ധാന്യവർഗ്ഗങ്ങൾ, ഇലവർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികൾ പരീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ കുട്ടികളെ എന്തെങ്കിലും ഒരു വിഷയങ്ങളിൽ എൻഗേജ് ആക്കുകയും അത് ഭാവിയിൽ അവർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്ക് പ്ലാൻ ചെയ്യുകയും ചെയ്താൽ ഒരു പരിധിവരെ ഗെയിം അഡിക്ഷനിൽ നിന്ന്, സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് ആ കുട്ടികളെ മോചിപ്പിക്കാൻ സാധിക്കും. അതിന് നല്ല ആലോചനയും നല്ല പ്ലാനിങ്ങും ഓരോ കുടുംബത്തിനകത്തും രൂപപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ ഇതുവരെ പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ വീണ്ടും പാഠപുസ്തകങ്ങളുടെ മുന്നിൽ ഇരുത്താൻ കഴിയില്ല. അവിടെ നല്ല വായനകളിലേക്ക്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല പരിപാടികളിലേക്കും ആ കുട്ടികൾ ആകർഷിക്കപ്പെടണമെങ്കിൽ അവർക്ക് മനോഹരമായ ഓഫറുകൾ, അവർ ആഗ്രഹിക്കുന്ന എന്നാൽ തന്നെയും ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിനകത്ത് താങ്ങാവുന്ന പ്രോത്സാഹനജനകമായ കാര്യങ്ങൾ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും അവരുടെ കൂടി സമ്മതവും ധാരണയും കൂടെയുണ്ടെങ്കിൽ ഇത്തരം നമ്മുടെ പ്ലാനിങ്ങുകൾ, പ്രായോഗിക പരിപാടികൾ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ നല്ല ആലോചനകൾ ഉണ്ടാവണമെന്നതാണ് പ്രത്യേകം ഓരോ വാർത്തകളും ഓരോ വർത്തമാനങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ട അഭ്യാസങ്ങൾ, കായിക ശീലങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അസ്സിബാഹ്, അതായത് നീന്തൽ പരിശീലനം. നമുക്കറിയാം, ഓരോ വാർത്തകളിലും നമ്മുടെ കുട്ടികൾ കുളങ്ങളിൽ അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളിൽ, കോറിമടകളിലൊക്കെ ചെന്ന് അപകടത്തിൽ പിണഞ്ഞ് നീന്തൽ വശമില്ലാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം പരിശീലനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരുപാട് സ്കില്ലുകളുണ്ട്, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സ്കില്ലുകൾ. അതൊക്കെ കുട്ടിയിൽ ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസ്ഥ കൂടി ഓരോ ഗ്രാമങ്ങളിലും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും എല്ലാ അപകടങ്ങളെ തൊട്ടും നമ്മുടെ മക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ ഉപകാരപ്രദമായ, ആരോഗ്യപ്രദമായ ഒരു അവധിക്കാലം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.